അഡ്വക്കേറ്റ് മനീഷ, ഇതേ സ്ത്രീ, അതാണ് അദ്ദേഹം ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. ഇതേ സ്ത്രീ അതായത് KSRTCയിൽ മന്ത്രിയും സർക്കാരും കൊടുത്ത സൗജന്യ യാത്ര പറ്റുന്ന ഇതേ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ ഈ സൗജന്യ യാത്ര അവകാശം വിനിയോഗിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള എന്താണ് ഒരു അഭിപ്രായം ഗതാഗത മന്ത്രി പങ്കുവച്ചത്. നന്നായി ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതെ അതെ, യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഈ വാർത്ത കണ്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ളൊരു മന്ത്രി കേരളത്തിലെ UDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ച കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളോട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ, അമ്മമാർ, അവരുടെയൊക്കെ കരണത്തടിക്കുന്ന അങ്ങേറ്റം പ്രതിഷേധകരമായിട്ടുള്ള, അങ്ങേറ്റം വിമർശനകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നി. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് P. രാജീവ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകളോട്, ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളോട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കൂ, നിങ്ങൾക്ക് സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കസേരക്കരികിൽ വന്നിരുന്നപ്പോൾ അവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്നൊരു ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മന്ത്രി നമ്മുടെയൊക്കെ മുമ്പിൽ സത്യപ്രതിജ്ഞാ വേളയിൽ അവകാശപ്പെട്ടത് ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ. എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഓർമ്മ വന്നത് കേരളത്തിലെ ഒരു കാലത്ത് ഈ മുറ്റമടിക്കുന്ന സ്ത്രീകളെ, പണിയെടുക്കുന്ന സ്ത്രീകളെയൊക്കെ നോക്കി കുംഭ ഉലക്കിച്ചിരിക്കുന്ന ഒരു വരേണ്യവർഗം, മാടമ്പിമാരുടെ ഒരു കൂട്ടം ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ മാടമ്പിക്കൂട്ടത്തെ, ആ വരേണ്യവർഗത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മന്ത്രിയായാണ് എനിക്ക് ഈ മന്ത്രിയെ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നോക്കൂ, കേരളത്തിലെ സ്ത്രീകൾ നല്ല അന്തസ്സോടെ പണിയെടുത്ത് അവരുടെ കുടുംബം പുലർത്തുന്ന സ്ത്രീകളാണ്. അഭിമാനികളാണ് കേരളത്തിലെ സ്ത്രീകൾ, വിദ്യാസമ്പന്നരാണ് കേരളത്തിലെ സ്ത്രീകൾ. അവരാരും ഇവിടുത്തെ ഒരു മുന്നണിയോടും പോയിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ ഫ്രീ ആയി സഞ്ചരിക്കാൻ, ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയി ലഭിക്കണം എന്നൊരു റിക്വസ്റ്റ് നടത്തിയിട്ടില്ല. ആരുടെയും കാല് പിടിക്കാൻ ചെന്നിട്ടുമില്ല. ഇവിടെ UDF അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേളയിൽ അവർ മുന്നോട്ട് വെച്ച, അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ത്രീകൾക്ക് കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സൗജന്യമായി സഞ്ചരിക്കാം എന്നുള്ളതായിരുന്നു. ഇത് കേരളത്തിലെ സ്ത്രീകൾ ആരോടും ആവശ്യപ്പെട്ടതല്ല. കേരളത്തിലെ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ വോട്ട് അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വാഗ്ദാനം അവർ മുന്നോട്ട് വെച്ചു. ഏതായാലും കേരളത്തിലെ UDF അധികാരത്തിൽ വന്നു. ഇപ്പോൾ 70 ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോൾ അവരെന്താ അവർ കൊണ്ടുവന്ന ആ പ്രകടന പത്രികയുടെ വാഗ്ദാനത്തിൽ പോലും ഒരു വെള്ളം ചേർത്തിട്ടാണ് അവരത് നടപ്പാക്കിയത്. നമുക്കെല്ലാം കാണാം. കാരണം എന്താണ്? അവർ ആദ്യം കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. പിന്നീട് ചില ഓർഡിനറി ബസ്സുകൾ മാത്രമാക്കി മാറ്റി. പിന്നീട് ചില ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റി. അപ്പോൾ വിരലിലുണ്ടാവുന്ന ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവകാശം സർക്കാർ നൽകിയപ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു സർക്കാരിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ത്രീകൾ ഈ അവകാശം അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതേ മന്ത്രി ഈ നാട്ടിലെ സ്ത്രീകളെ നോക്കി പറയുന്നത് എന്താണ്? എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു അവസരം ഉണ്ടെന്ന് കരുതിയാൽ ഫ്രീ ആയിട്ടുള്ള ബസ്സുകളിലൊക്കെ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന് പറഞ്ഞത്. തള്ളിക്കയറുകയാണ് എന്നാണ് പറഞ്ഞത്. എത്രത്തോളം അപമാനകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതിയെക്കുറിച്ച് സ്ത്രീകളോട് പറഞ്ഞത്? ഇത് അഭിമാനമാണ്, ഇത് സ്ത്രീകളുടെ അഭിമാനമാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊരു ഔദാര്യമല്ല, ഇത് നിങ്ങളുടെ അവകാശമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സ്ത്രീകളോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകണമോ, നിങ്ങൾക്ക് ഫ്രീ ആയി പോകാം, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. അങ്ങനെ ഒരു പദ്ധതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ടൂർ പോകണോ, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണോ, നിങ്ങൾക്ക് സൗജന്യമായി പോകാം. ഇത് നിങ്ങളുടെ പദ്ധതിയാ, ഇത് അഭിമാനകരമായ പദ്ധതിയാ. ഈ പദ്ധതിക്ക് പ്രായത്തിന്റെ പരിഗണനകളില്ല. ഈ പദ്ധതിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിഗണിച്ചുകൊണ്ടല്ല ഞങ്ങൾ അതൊരു മാനദണ്ഡമായി ഞങ്ങൾ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ സർക്കാരിന് സ്ത്രീകളോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന സമീപനം ഉണ്ടായില്ലേ? നോക്കൂ, സ്ത്രീകൾക്കായി ലഭിച്ചിരുന്ന 1000 രൂപ പെൻഷൻ, ഇവിടെ മഞ്ഞക്കാർഡും ഇവിടെ പിങ്ക് കാർഡും ഹോൾഡ് ചെയ്തിരുന്ന സ്ത്രീകൾക്ക് ആ 1000 രൂപയുടെ പെൻഷൻ ഈ സർക്കാർ ആദ്യം തന്നെ വെട്ടിക്കുറച്ചില്ലേ? ഇപ്പൊ രണ്ടാമതായി ഇതേ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ സ്ത്രീകളുടെ മുഖത്ത് നോക്കി പറയാണ്,
ഫ്രീ ആയിട്ട് കിട്ടുന്ന പദ്ധതിയിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന്. അങ്ങനെ എന്തെങ്കിലും സൗജന്യമായി കിട്ടുമെന്ന് കണ്ടാൽ അവിടെയൊക്കെ തള്ളിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഈ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, മന്ത്രി ഒരു പ്രസ്താവന മാത്രമല്ല നടത്തിയത്. രണ്ടാമത് മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. കേരളത്തില് സ്വകാര്യ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നും അവര് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ പോയി കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങേയറ്റം അപമാനകരമായ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ഇത് കേട്ടു നിൽക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ സ്ത്രീകൾ അഭിമാനികളാണ് എന്ന്. അതായത് കേരളത്തിലെ സർക്കാരിന്റെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്നത് എന്തോ ഒരു മോശം കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് നിങ്ങൾ ചികിത്സ നേടേണ്ടത് എന്ന്. അത് മറ്റെന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞതാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് വലിയൊരു മോശം കാര്യമാണ് എന്ന് സർക്കാരിന്റെ പ്രതിനിധി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത്, ഈ സർക്കാർ ജനങ്ങൾക്കായി നൽകുന്ന അവകാശങ്ങൾ അത് ഈ നാട്ടിലെ ടാക്സ് അടയ്ക്കുന്ന നികുതി അടയ്ക്കുന്ന മനുഷ്യരുടെ അവകാശമല്ല, അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ് എന്നാണ് ഈ സർക്കാർ പറഞ്ഞു വരുന്നത്. നമ്മളിതിനു മുമ്പ് 10 വർഷക്കാലം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് സ്ത്രീകളോട് ആ സർക്കാർ എടുത്ത സമീപനം എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രമേ മനീഷ പറഞ്ഞതുപോലെ ചില താരതമ്യങ്ങളൊക്കെ സ്വാഭാവികമായി ചർച്ചയിൽ കടന്നു വരികയും ചെയ്യും. ഏതായാലും ഇതിലുള്ള ഒരു വലിയ വിമർശനവും വലിയ പ്രതിഷേധവുമാണ് തുടക്കത്തിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് മനീഷ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്.